എല്ലാവർക്കും നമ്മുടെ പുതിയ യാത്രയിലോട്ട് സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യയിലോട്ടാണ്. ഈ ഹയാക്ക് ലോഞ്ച് നമ്മൾ എപ്പോഴും പോകുന്നൊരു ലോഞ്ച് ഉണ്ട് ഇവിടെ. അതിവിടെ ഇതിന് മേളിൽ ഹയാക്ക് ലോഞ്ച്. ഇപ്രാവശ്യം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല. ഇത് വളരെ മോശം കാലാവസ്ഥയാണ്. രാവിലെ മുതൽ 3 മണി 3:30 ആയപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയതാണ്. ഇപ്പം നേരം വെളുത്തു. പക്ഷെ ഭയങ്കര പൊടിക്കാറ്റും സാൻഡ് സ്റ്റോം എന്ന് പറയുന്ന സംഭവമാണ്. ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. വളരെ മോശം ക്ലൈമറ്റാണ് ഇന്ന്. ഭയങ്കര സാൻഡ് സ്റ്റോമാണ്. ഇതാ ഇവിടെ കിടപ്പുണ്ട് എയർ ഇന്ത്യ മുംബൈ. വിസിബിലിറ്റി വളരെ കുറവാണ്. ഇൻഡിഗോയും ബോംബെക്ക് തന്നെയാണ്. നമ്മുടെ ഫ്ലൈറ്റ് 6:45. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറിനകം ടേക്ക് ഓഫ്. നമ്മുടെ യാത്ര വന്ന റിയാദിൽ നിന്ന് നേരെ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ്. നമ്മളിപ്പോൾ ഈ താഴെ കാണുന്നതൊക്കെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളാണ്. ഇപ്പോൾ ലാൻഡിങ് പോസ്റ്റിലോട്ടാണ് ഇപ്പോൾ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ധാരാവി എന്ന് ധാരാളം കേട്ടിട്ടുള്ള ആ ഒരു സ്ഥലമാണ്. ഒത്തിരി കുടിലുകളും അതുപോലെ തന്നെ ചോപ്പടപ്പെട്ടി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുള്ള സ്ഥലം. അതെല്ലാം ഇപ്പോൾ അവർ ഒഴിപ്പിച്ചിട്ട് വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മളങ്ങനെ ലാൻഡായി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി ഇനിയിപ്പോൾ നമുക്കൊരു 4 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. അതിനുശേഷം അടുത്ത ഫ്ലൈറ്റ് കൊച്ചിക്ക്. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ഇമിഗ്രേഷനും അതുപോലെ തന്നെ ലഗേജ് എടുത്ത് നമ്മൾ അടുത്ത ഫ്ലൈറ്റിൻ്റെ ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെയൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പോഴൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല രസത്തിലാണ്. എയർപോർട്ടിനകത്തെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് കഴിഞ്ഞ വേണ കാണുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് മുംബൈയിലെ. ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം റീസെൻ്റ്ലി ഫേമസ് ആയ ആ ചോക്ലേറ്റ് ഇതാ ലിൻറ്റ് വരെ ഇറക്കിയിരിക്കുന്നു. ലിൻറ്റ് ഇതിപ്പോൾ നമ്മൾ മുംബൈ എയർപോർട്ടിൽ കണ്ടതാ. വില കണ്ടോ? ഈ ഒരു പീസിന് 1490 രൂപ. അതിന് മാത്രം ടേസ്റ്റ് ചെയ്തതിന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ ദുബൈ ചോക്ലേറ്റ്. പക്ഷെ ഫേമസ് ആയെന്നുള്ളൂ. ഫ്രീ ഷോപ്പ് കഴിഞ്ഞ ഉടനെ നമ്മുടെ ലഗേജ് വരുന്ന ആ ഒരു ബെൽറ്റിൻ്റെ ഭാഗത്തെത്തി. നമ്പർ 8 എയർ ഇന്ത്യയുടെ റിയാദ് മുംബൈ വരുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് അതിന് മുന്നിൽ തന്നെ വന്ന് നിൽപ്പുണ്ട്. ഒരു ട്രോളി എടുക്കണം, ലഗേജ് എടുക്കണം. ഇപ്പോൾ ഉള്ളത് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഇനി നമ്മളിപ്പോൾ ലഗേജ് എടുത്തുകൊണ്ട് നേരെ ഡൊമസ്റ്റിക്കിൽ അത് കൊണ്ടുവന്നിട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പോകാൻ.
റിട്ടേൺ ടൈം നമ്മൾ വരുമ്പോൾ മുംബൈയിൽ വരുമ്പം കൊച്ചി ടു മുംബൈ വരുമ്പോഴത്തേക്കും നമുക്ക് കൊച്ചി തന്നെ ലഗേജ് ഇട്ട് കഴിഞ്ഞാൽ നേരെ റിയാദിലത് കിട്ടും. ഇടയ്ക്ക് ഈ ഒരു സംഭവം ഇല്ല, ഇങ്ങനെ എടുത്തു കൊടുക്കേണ്ട സംഭവം. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ വരുമ്പം വലിയ പ്രശ്നമില്ല. പക്ഷെ അങ്ങോട്ട് പോകുമ്പം നമ്മൾ ലഗേജ് ഇവിടുന്ന് എടുത്ത് അവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. ബെൽറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര ക്രൗഡുള്ള എയർപോർട്ടാണ്. ട്രാൻസ്ഫർ ടു ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കൗണ്ടറുണ്ട്. നമ്മൾ കസ്റ്റംസ് ക്ലിയർ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ നമ്മൾ ഓരോ ഫ്ലൈറ്റിനും ഓരോ കൗണ്ടറുണ്ട്. നമ്മുടെ എയർ ഇന്ത്യയുടെയാണ്. ഇപ്പം നമ്മൾ എയർ ഇന്ത്യ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഈ ലഗേജുകൾ നമ്മളിവിടെ കൊണ്ടുവന്ന് കൊടുക്കണം ഡൊമസ്റ്റിക് ലൈനിലോട്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ പോകുന്നു. ലഗേജ് ഇട്ടു. ഇനി നമ്മളിപ്പോൾ നേരെ നമ്മുടെ ഗേറ്റിലോട്ട് പോകണം. ഇതാണ് എയർപോർട്ടിൻ്റെ ഔട്ടർ പാർട്ട്. ഇതാ കാണുന്ന ഗേറ്റിൽ കൂടെ എക്സിറ്റ് അടിച്ച് പോകാം. നമ്മളിനി നേരെ ഡിപ്പാർച്ചർ ഈ സൈഡിൽ കൂടെ ഡൊമസ്റ്റിക് കയറി പോകണം ഡിപ്പാർച്ചറിലോട്ട്. അങ്ങനെ എയർപോർട്ടിൻ്റെ വെളിയിലെത്തി. അറൈവലിൽ നമ്മൾ വെളിയിൽ ഇറങ്ങി. എന്നിട്ട് നമ്മൾ ആ ബാലാജി റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ് ഫുഡ് കഴിക്കാൻ. വേണേൽ നമുക്ക് മുംബൈ സിറ്റിയിലോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോകാൻ പറ്റും സമയമുണ്ടെങ്കിൽ. പക്ഷേ നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നു. ഇത് പാർക്കിംഗ് ആണ് എയർപോർട്ടിൻ്റെ അടിയിൽ. ഇത് മുംബൈ ഇന്ത്യൻസിൻ്റെ എന്തോ സംഭവമാണ്. നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. എന്താ സിഗരറ്റ് വലിക്കുക ചെയ്താൽ 2000 രൂപ പിഴയാണ്. അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മുംബൈ എയർപോർട്ടിൻ്റെ വെളിയിൽ. ബാലാജി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ലഞ്ച് കഴിച്ചു. അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഡിപ്പാർച്ചർ ഗേറ്റ് വഴി അകത്ത് കയറണം. എന്നിട്ട് നേരെ അടുത്ത ഫ്ലൈറ്റിലോട്ട് പോകണം. മുംബൈ എയർപോർട്ടിന് വെളിയൊരു ഫെയർമൗണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഫെയർമൗണ്ടാണത്. കുറേ ഹോട്ടൽസ് ഉണ്ട് ഇതിന് ചുറ്റിനും. ഇതിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ്. നമ്മളിപ്പോൾ ഡിപ്പാർച്ചർ സൈഡിൽ വന്നു. നമ്മളിനി തിരിച്ച് ഉള്ളിലോട്ട് പോവാം. എന്താണ് ദ ബിയർ കഫേ. ഒരു പിടുത്തം കിട്ടുന്നില്ല. കോഫിക്കകത്ത് ബിയർ ഒഴിക്കുമോ അതോ ബിയറിനകത്ത് കോഫി ഒഴിക്കുമോ എന്താ സംഭവം എന്നറിയില്ല. നമ്മളങ്ങനെ ഡിപ്പാർച്ചർ പോയിന്റിലെത്തി. രസമുണ്ട് കാണാൻ. ഇത് നവീകരിച്ച മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ ആണ്. നമ്മുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും കാണിച്ചിട്ട് നമുക്കിനി ഇവിടെ നിന്ന് അകത്തോട്ട് കയറാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റ് ഫോർ ഹജ്ജ് പാസഞ്ചേഴ്സ്. എയർ ഇന്ത്യയാണ്. അപ്പം അതുകൊണ്ട് ഗേറ്റ് നമ്പർ 4 വന്നു. വലിയ കുഴപ്പമില്ല, വലിയ ചൂടില്ല, എന്നാൽ തണുപ്പോ അങ്ങനത്തെ ഇതില്ല. ഒരു മീഡിയം ക്ലൈമറ്റ്. ഒരു 30-32 ആ റേഞ്ചിലാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. അങ്ങനെ മെയിൻ ഗേറ്റിൽ കയറി ഡിപ്പാർച്ചർ ടെർമിനലിനകത്ത്. എന്നിട്ട് ഡൊമസ്റ്റിക് ടെർമിനലിലോട്ടാണ് പോകുന്നത്. ഇനിയിപ്പം നമുക്ക് പോകേണ്ടത് കൊച്ചിക്കാണല്ലോ, മുംബൈ ടു കൊച്ചിൻ. ഇവിടെ നല്ല ബഹളവും ആൾക്കാരും ജനക്കൂട്ടവും ഉണ്ട്. പിന്നെ ബോംബെ അല്ലേ, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. നൈസാണ് എയർപോർട്ട്. അബുദാബി എയർപോർട്ടിൻ്റെ ആ ഒരു സ്റ്റൈലുണ്ട്. ഈ മേളിലത്തെ ആ ഒരു ക്ലാഡിങ്ങും തൂണും ഒക്കെ. ഡിപ്പാർച്ചർ ഫോർ ഇൻ്റർനാഷണൽ അതിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറാണ് അത്. നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലോട്ടാണ്, ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടക്കാം.
ഇത് കയറിയിട്ടുണ്ടെന്നുള്ള അതിശയം. എല്ലാം അടഞ്ഞു കിടക്കുന്ന സ്ഥലം, പക്ഷെ പക്ഷികളുണ്ട് ഇതിനകത്ത്. ഭയങ്കര ഒരു സർപ്രൈസായി. നീ ഒരു ടൈപ്പ് നമ്മുടെ റിയാദ് എയർപോർട്ടിൻ്റെ ഏതാണ്ട് ഇതേ സ്റ്റൈലാണ്, സിമിലർ സ്റ്റൈലാണ് റിയാദ് എയർപോർട്ട്. നമ്മളങ്ങനെ ബോർഡിംഗ് ഒക്കെ സ്കാൻ ചെയ്ത് ഈ സെക്യൂരിറ്റി എല്ലാം കടന്നിട്ട് ഉള്ളിൽ വന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ലോഞ്ചിലോട്ട് പോവാണ്. നമ്മളങ്ങനെ ഡൊമസ്റ്റിക് ആ ഒരു വേയിലോട്ട് പോവാം. ഇവിടെ എല്ലാം നല്ല നാച്ചുറൽ ചെടികളൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഡൽഹി എയർപോർട്ടും ചില ഭാഗങ്ങളൊക്കെ. നമ്മൾ ഈ റൂട്ടിൽ കൂടെ നേരത്തെ വന്നിട്ടുണ്ട്. അന്ന് വരുമ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സെയിം പ്ലേസിൽ കൂടെ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ അവർ ആ സമയത്ത് ക്രിസ്മസിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് കിയോസ്കൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇവിടെ എന്താ പരിപാടിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ആ സമയത്ത് വന്നപ്പോൾ. ഇല്ലേ അറബിക് ബക്ലാവ, അതിൻ്റെ ഷോപ്പായത്. സ്വീറ്റ്സിൻ്റെ ഒരു അടിപൊളി ഔട്ട്ലെറ്റ് ഉണ്ട് ഇതിനകത്ത്. ബാറുകൾ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ഭാഗത്തുണ്ട്. നൈസ്. നമ്മൾ ഈ ഐറിഷ് പബ്ബിൽ നേരത്തെ ഒരിക്കൽ വന്നപ്പോൾ കയറിയിട്ടുണ്ട്. ഇതൊരു സലൂണാണ്, സ്റ്റൈൽ സലോൺ. ഗേറ്റ് 41. അപ്പം റൈറ്റ് സൈഡിലോട്ട് പോകണം. കുട്ടികളുടെ ഒരു പ്രളയമാണ്. ഒരു സൈഡിൽ ലോയൽറ്റി ലോഞ്ച്, മറു സൈഡിൽ അദാനി ലോഞ്ച്, ചുറ്റിനും ലോഞ്ചുകളാണ്. ഈ ക്രെഡിറ്റ് കാർഡ് ഇനി ലോഞ്ച് കയറാൻ പറ്റുന്ന ഫെസിലിറ്റി ഉള്ളവരാണ് അവിടെ മുഴുവൻ നിൽക്കുന്നത്. പിന്നെ അവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബിസിനസ് ക്ലാസ്സുകാർക്കും. നേരത്തെ എല്ലാം ഒരുമിച്ചാണ്, ഇപ്പോൾ അവരത് സെപ്പറേറ്റ് ചെയ്ത്. ഈ ക്രൗഡ് കൂടി കഴിഞ്ഞപ്പം ഈ ബിസിനസ് ക്ലാസ്സിൽ വരുന്നവർക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ലോഞ്ചിനകത്ത് എല്ലാവരും വന്ന് കയറുവാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ അവരത് മാറ്റി ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. കൊച്ചിയിലും ഇപ്പോൾ അങ്ങനെ ബിസിനസ് ക്ലാസ് ആൾക്കാർക്ക് വേറെ ലോഞ്ചും മറ്റേത് എക്സിക്യൂട്ടീവ് ലോഞ്ചും പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡ്, ബാങ്കിൻ്റെ കാർഡ് കൊടുത്ത് കയറുന്ന കസ്റ്റമേഴ്സിന്. ഇതൊരു എയർപോർട്ടിനകത്തെ ചുവർ ചിത്രമാണ്. നൈസായിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ എയർപോർട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം, രസമുണ്ട് കാണാൻ. സിംഗ് ഓഫ് ഗോഡ്സ് എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പ് ലഗേജിന് നിന്ന സ്ഥലം പോലെ ഉണ്ട് അവിടെ അല്ലേ? അത് തന്നെയാണ് അല്ലേ? നമ്മൾ ഇവിടെ അല്ലേ വന്നിരുന്നത്? അതെ. ഇത് 13, നമ്മൾ 8 വന്നതേ ഉള്ളത്. അങ്ങേയറ്റത്ത് നമ്മൾ വന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ നടത്തതിന് ശേഷം നമ്മൾ 41-ലെത്തി. ഇതാണ് നമ്മളുടെ ഗേറ്റ്. അങ്ങനെ ബോർഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ കൊച്ചി ലാൻഡായി. വളരെ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു ഇത്. അങ്ങനെ ഇറങ്ങി കൊച്ചിയിൽ. അങ്ങനെ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി പോകുന്നു. 3 ബെൽറ്റ് നമ്പർ 3 ഇതായി കാണുന്ന AI681. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ലഗേജ് ഇപ്പോൾ എത്തിയാലുടൻ ഇവിടുന്ന് നമ്മൾ പോവും തിരികെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ഒരു പ്രീപെയ്ഡ് ടാക്സി എടുത്തു. അപ്പോൾ ആ ടാക്സി പില്ലർ നമ്പർ 30 അവിടെ വെച്ചെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ പില്ലർ നമ്പർ 30 അവിടെ നിൽക്കുകയാണ് ടാക്സി വരാൻ. ഇതാണ് നമ്മളുടെ ടാക്സി, പ്രീപെയ്ഡ് ടാക്സി. നമ്മളങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുന്നു. കടവിൽ നമ്മളൊരിക്കൽ വന്ന് ലഞ്ച് കഴിച്ചിട്ടുണ്ട് ഇല്ലേ? ഇതല്ലേ ആ റിവർ ആലുവ?
ജ്യൂസും ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. ഇതുപോലെ നമ്മൾ ഈ ലിറ്റിൽസ് പോയി കണ്ടിട്ട് എന്തുവാ അതിന്റെ അടുത്തായിട്ട് ഒരു വെസ്ലീസ് പോലത്തെ ഒരു കടയുണ്ട്. നമ്മളങ്ങനെ വൈറ്റിലേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ലാലേട്ടന്റെ വീട്ടിൽ പോയതോളല്ലോ. ലാലേട്ടന്റെ വീട് ഈ റോഡിൽ കൂടെ പോകുമ്പോഴാ? ഈ റോഡിൽ കൂടെ പോകുമ്പോഴല്ല. എന്തിനാണ് വെറുതെ ഞങ്ങൾക്കൊരു ചുമ്മാ എന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പൊ നമ്മള് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മള് ഭയങ്കര വ്ളോഗേഴ്സ് ആണ് ക്ലാസ്സില്. നമ്മള് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്ക് എല്ലാരും പെട്ടെന്ന് പോസിറ്റീവ്. നമ്മളിപ്പോ ഉള്ളത് കടവന്തര ക്രോസ് ചെയ്ത് പനമ്പള്ളി നഗറിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഹൗസ് കണ്ടു. ഇനി ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയോ എവിടെയെങ്കിലും കയറണമെങ്കി പറഞ്ഞു. കേട്ട് പരിചയമുള്ള പണ്ട് എന്ത് സുന്ദരമായിരുന്നു അറിയോ ഇവിടെ. പനമ്പള്ളി നഗറിലെത്തി. എന്ത് തിരക്കാണ് അവിടെ. വേണ്ട പൊക്കോ, ഒന്ന് പോയിട്ട് വരാം. ഇവിടെയും സാധനമുണ്ട്. ഉണ്ടോ? എന്നാ അവിടെ കയറാം. സൂഷി കഴിച്ച് ഇങ്ങോട്ടങ്ങ് കയറാം. നമ്മളിപ്പോൾ പനമ്പള്ളി നഗറിൽ പനമ്പള്ളി നഗറിലെ സ്റ്റാർബക്സ് കൊള്ളാം. നല്ല ഭംഗിയുണ്ട്. ഇവിടെ യൂട്ടേൺ എടുക്കണോ? അല്ല, അത് കണ്ട വണ്ടി ഇറങ്ങി വന്നില്ലേ. ഇത് പാനേഷ്യൻ ക്യൂസിനാ. പോട്ടെ പോട്ടെ. നമ്മളിവിടെ ഒരു പേസ്ട്രി ഷോപ്പിൽ വന്നതാണ് പനമ്പള്ളി നഗറിൽ. ഈ ഓപ്പോസിറ്റ് കാണുന്ന ആ ഷോപ്പ് ഉണ്ടോ? ആ ഷോപ്പാണ് നമ്മുടെ ഹാപ്പി ഫാമിലി എന്ന് ഞാൻ വ്ളോഗറല്ലേ, അദ്ദേഹത്തിൻ്റെ ഷോപ്പാണ്. ഒരു കോയിൻസിഡൻ്റായിട്ട് അവരെയൊക്കെ കണ്ടു ഇവിടെ. നമ്മൾ കൊച്ചിയിലെ ആദ്യത്തെ ദിവസം ഇവിടെ പനമ്പള്ളി നഗറിൽ വന്നിട്ട് ഈ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ വന്നു. റെക്കമെൻഡഡ് പ്ലേസാണ്, രസമുണ്ട് ഫുഡൊക്കെ. അവിടെ നമ്മളിപ്പം കഴിച്ചിട്ട് ചെറിയ 1-2 ടോസ്റ്റ് വാങ്ങി അത് കഴിച്ചു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പനമ്പള്ളി നഗറിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു ടോസ്റ്റ് ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ട് നമ്മളൊരു ജപ്പനീസ് റെസ്റ്റോറൻറ്റിൽ നിന്നും ഇതാ ഇവിടെ ടോമിയം സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളാമോ? നൈസ്. നമ്മൾ ഈ ജപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കൊച്ചി വന്നിട്ട് ഒരു സാൽമൺ റോൾ വാങ്ങി, പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ടെമ്പൂറ റോൾ വാങ്ങി, അങ്ങനെ എന്തോ സൂപ്പ്, അങ്ങനെ ഇതൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ 1 by 1 ആയിട്ട് വരും. അടുത്ത ഓർഡർ വന്നു. ഇതാണ് അടുത്ത ഡ്രാഗൺ മാക്കി. വന്ന റെസ്റ്റോറൻറ്റ് പേര് ഇതാണ് സോയ്, ലിറ്റിൽ സോയ്. കൊള്ളാം, ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ്. കൊള്ളാം, ഫുഡ് കൊള്ളാം. ഒരു നമ്മുടെ ഇന്ദിരാനഗറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ളൊരു വൈബാണ് കൊച്ചിക്കകത്ത്. ഈവനിങ്ങിലൊക്കെ കാണാൻ നല്ല രസമുള്ള പ്ലേസാണ്. ഇത് പനമ്പള്ളി നഗറിനുള്ളിലാണ്, ആ ഒരു ഏരിയയിലാണ്, ആ ഒരു റീജിയനിലാണ്. പനമ്പള്ളിനുള്ളിലല്ല, ആ ഒരു റീജിയനിലാണ്. റെസ്റ്റോറൻറ്റിൽ ഒരു കഫേ വന്നു, പക്ഷേ അങ്ങോട്ട് മെനു ഇഷ്ടപ്പെട്ടില്ല. അവിടെ നമ്മൾ തിരിച്ചു പോവുക. ഇവിടെ ഒരു GT കിടപ്പുണ്ട് വണ്ടി. കൊച്ചിയിൽ ഇഷ്ടം പോലെ പ്രീമിയം ടൈപ്പ് വണ്ടികൾ നമുക്ക് വഴി കാണാം, ഇഷ്ടം പോലെ. കട്ട് ബിരിയാണി സ്റ്റാർബക്സിൻ്റെ മുന്നിൽ കൂടെ കടന്നു പോവാണ്. ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് കാണാം. ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റുകളാണ് മൊത്തം, ആ സൈഡിലൊക്കെ ഉണ്ട്. ഞാൻ ഈ പനമ്പള്ളി നഗറിൽ
ആ റൂട്ടിൽ കൂടെ വരുമ്പോൾ ശരിക്കും ബാംഗ്ലൂരിലൂടെ യാത്ര ചെയ്യുന്ന ഇന്ദിരാനഗറിലൂടെ ഒക്കെ പോകുന്ന ഒരു ഫീലിംഗ്. ഈ മരങ്ങളും നല്ല രസമുണ്ട് ഇവിടെ ഒക്കെ കാണാൻ. പനമ്പള്ളി നഗരിൽ കൂടെ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സ്റ്റുഡിയോ ഉണ്ട്, K7 സ്റ്റുഡിയോ. നമ്മുടെ സ്വന്തം ശങ്കർജിയുടെ സ്റ്റുഡിയോ. അത് കണ്ടപ്പോഴത്തേക്കും വണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ഞാൻ അവിടെ വണ്ടി നിർത്തിച്ചു. അവിടെ നമ്മുടെ വണ്ടി നിൽപ്പുണ്ട്. എന്നിട്ട് ഞാൻ തിരിച്ചിവിടെ വന്നു. എന്നിട്ട് നമ്മുടെ ഈ K7 സ്റ്റുഡിയോ ഒന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലെടുത്തു. ഇത് എടപ്പള്ളി ചർച്ച കാണുന്നത്. അവിടെ എന്തോ പെരുന്നാളെന്തോ നടക്കുന്നുണ്ട്. അവിടെ ഭയങ്കര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ കട റോസ് ടൗൺ എന്നുള്ളത് അന്യായ തിരക്കാ. ഇതിനുള്ളിൽ തന്നെ ഉള്ളിലും നല്ല ഇന്റീരിയേഴ്സും കാര്യങ്ങളും. 2 ദിവസം കുഴിമന്തി ഇതൊക്കെ ഭയങ്കര കളർഫുൾ ലുക്കാണ്. ഇത് ലുലുവിൻ്റെ ഇവിടുത്തെ ഹെഡ് ഓഫീസ്. ലുലുവിനകത്തൂടെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ആ മെട്രോ ലക്ഷ്യമാക്കി ഒന്ന് നടക്കുവാണ്. ഭയങ്കര ക്രൗഡാണ് ലുലുവിനകത്ത്. അങ്ങനെ ഇവിടെ പാരഗണിൽ വന്നിരിക്കുക, പാരഗൺ ലഞ്ച് കഴിക്കാൻ വേണ്ടി. അങ്ങനെ കൊച്ചി മെട്രോയിൽ എന്നും കയറണം എന്ന് ആലോചിക്കും. ഇപ്രാവശ്യം എന്തായാലും കയറിയിട്ടേ ഉള്ളൂ തീരുമാനിച്ച് കൊച്ചി മെട്രോയിലോട്ട് നമ്മൾ പോവാണ്. ഇതാണ് ലുലുവിൽ നിന്നുള്ള മെട്രോ എൻട്രി. നമ്മൾ നേരെ കൊച്ചി മെട്രോയിൽ കയറാൻ പോവാം. ലുലുവിൽ നിന്നുള്ള ആ ഒരു വേ ബ്രിഡ്ജ് അങ്ങനെ ക്രോസ് ചെയ്തിട്ട് ടിക്കറ്റ് കൗണ്ടർ അവിടെ വന്നു. മെട്രോയുടെ ടിക്കറ്റ് കൗണ്ടറിൽ ആണ് പ്ലാറ്റ്ഫോം 1 ആൻഡ് പ്ലാറ്റ്ഫോം 2. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലാണ്. നമ്മൾ നേരെ ഇപ്പം പോകുന്നത് തൃപ്പൂണിത്തറ ടെർമിനലിലോട്ടാണ്. ഇതാ ഇവിടുന്ന് തൃപ്പൂണിത്തറ ടെർമിനൽ ഇങ്ങോട്ടാണ് പോകുന്നത്. കൊച്ചി മെട്രോ നമ്മൾ കയറാൻ പോകുന്നു. 100 രൂപ, അതായത് ഇടപ്പള്ളിയിൽ നിന്ന് തൃപ്പൂണിത്തറ റിട്ടേൺ. ടിക്കറ്റ് സ്കാൻ ചെയ്ത് നേരെ ഉള്ളിൽ വന്നു. ഇതാണ് ഉള്ളിലത്തെ. മേലോട്ട് കയറി പോവുകയാണ് ഈ എസ്കലേറ്റർ വഴി. അതുപോലെ ചെറിയ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഐസ്ക്രീം മാത്രം കൊടുക്കുന്നത്. അതുപോലെ ചെറിയ ചെറിയ കിയോസ്കുകളുണ്ട് ഇവിടെ. ഇപ്പം 1 ആണെന്ന് തോന്നുന്നു. ആലുവയ്ക്ക് പോകുന്ന റൂട്ട് ഉണ്ട്. ആലുവ എടപ്പള്ളി ജംഗ്ഷൻ. ഇത് തൃപ്പൂണിത്തറ ടെർമിനലിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ കലൂർ സ്റ്റേഷനിലാണ്. വാട്ടർ മെട്രോയുടെ സ്ഥലം. ഇഷ്ടംപോലെ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. മെട്രോയിൽ നിന്ന് തൃപ്പൂണിത്തറ വന്ന് ഇറങ്ങി. ഇതാണ് നമ്മുടെ മെട്രോ. മെട്രോയുടെ കളറൊക്കെ മാറ്റിയെന്ന് തോന്നുന്നു. നമ്മളവിടെ അങ്ങനെ തൃപ്പൂണിത്തറയിൽ ഇറങ്ങി എക്സിറ്റ് അടിച്ചു. അതിനുശേഷം നമ്മൾ ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ തിരിച്ച് നമ്മളിപ്പോൾ 2ാമത് കയറാൻ പോവാം. നമ്മളങ്ങനെ തിരിച്ചിതാ പിന്നെ ലിഫ്റ്റ് കയറിയിട്ട് തിരിച്ച് പോകണം. ഇതാണ് തൃപ്പൂണിത്തറ സ്റ്റേഷൻ മെട്രോ. ഈ കാണുന്ന ഡ്രൈവറുള്ള ട്രെയിനാണ്. നമ്മളങ്ങനെ തൃപ്പൂണിത്തറയിൽ നിന്ന് തിരികെ ലുലുവിലോട്ട് പോവാം.
ജാത്തർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നു എറണാകുളത്ത്. അതാണിത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാൻ വന്നത്. സെക്കൻഡ് ഡേ ഇൻ കൊച്ചിൻ. ജാത്തർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് റെക്കമെൻഡേഷൻ കൊടുത്ത് വന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. പക്ഷേ പക്ക ഫ്ലോപ്പായിരുന്നു ഫുഡ്. നമ്മളിപ്പോൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോവാണ് ഇനി ആഹാരം കഴിക്കാൻ. വെറുതെ നമ്മളിവിടെ കയറി കാണാൻ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉമ്മാരുടെ പൊട്ട ഫുഡാണ്. വേറൊരു റെസ്റ്റോറൻറ്റിൽ വന്നു, ഹണി കേക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ വന്നിട്ട് കുറച്ച് 2-3 സ്വീറ്റൊക്കെ ഓർഡർ ചെയ്തു. പക്ഷെ ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നൂഡിൽസ്, ബർഗർ, അതൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കേക്കുകളാണ്, പല ടൈപ്പ് കേക്കുകൾ. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് ഇതാ റഷ്യൻ ഹണി കേക്ക്. പിന്നെ ഇത് ഓർഡർ ചെയ്തെന്തോ ലണ്ടൻ മിൽക്ക് കേക്ക്. ഹണി സ്പെഷ്യൽ കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസിലാണ് വന്നത്. നമ്മളങ്ങനെ ഇവിടെ റിയാദിലുള്ളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലും വന്നു, മഹേഷ്. ആണ് വീട് അദ്ദേഹത്തിൻ്റെ. നമ്മളെ ഇനി തിരിച്ചു കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ വിടുവാണ്. അവിടെ അമൃതയുടെ അവിടെ വരെ ഒന്ന് പോവാം. നമ്മളിവിടെ അമൃതയിൽ ഒരു കോളേജിൽ ഒരു പ്രോജക്റ്റ്, കുട്ടികളൊക്കെ എടുത്ത ഒരു പ്രോജക്റ്റ് കാണാൻ വന്ന. പിന്നെ ഖസ്ത, ബ്യൂട്ടിഫുൾ. ഇത് നൈസ് കൺസെപ്റ്റാണ്, ഡേറ്റ്സിൻ്റെ. And this is also good. ഇത് അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾ ഫ്യൂച്ചറുള്ള കുട്ടികളാണ്. നൈസ്. ഇതൊക്കെ കോളേജിലെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെ പ്രോജക്റ്റാണ്. ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ഓരോന്നൊക്കെ ചെയ്തിരിക്കുന്നത്. ഓരോ പുതിയ പ്രോഡക്റ്റുകൾ അവരുടെ കൺസെപ്റ്റും അവരുടെ ക്രിയേഷനും ഡിസൈനും ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുള്ളി അവർ അത് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ, നൈസ്. അങ്ങനെ 3 ദിവസത്തെ കൊച്ചി കറക്കമെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഊബറിലൊക്കെ ബുക്ക് ചെയ്ത് പോവാണ്. എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ശബ്ദം വളരെ പതുക്കെ പറയാം.
ശബ്ദത്തിന് പിച്ചില്ലെന്നാ പറയുന്നത്. മെമ്മറീസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലുള്ള റെസ്റ്റോറൻ്റാണ്. അവരിത് പുതുക്കി പണിതിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പം ഉണ്ട് ഇപ്പോൾ. എന്റെ അച്ഛൻ കഴിക്കണല്ലേ? അച്ഛൻ ഇപ്പൊ ചോദിക്കും, നീ അവിടെ നിന്ന് കഴിച്ചല്ലേ ചോദിക്കും. സെക്യൂരിറ്റി ചെക്കും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലഗേജെല്ലാം ഇട്ട് അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് നേരെ അകത്ത് വന്നു. ഇനിയിപ്പം നമ്മളുടെ യാത്ര നേരെ മുംബൈയിൽ നിന്ന് അവിടുന്ന് നേരെ റിയാദിലോട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അകത്ത് ഒരിടത്ത് ഉണ്ട്, നേരെ ഉള്ളിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് നോക്കി ഇങ്ങനെ നടക്കുവാണ്. നേരെ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ പോവുക, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുക, അതിനുശേഷം തിരികെ നേരെ വരിക, ബോർഡ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ യാത്ര നേരെ റിയാദിലോട്ട്. ഇനിയിപ്പം നമുക്ക് അടുത്ത യാത്രയിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.